ശബരിമല സ്വർണ്ണ കവർച്ച കേസിൽ ദേവസ്വം മുൻ പ്രസിഡന്റ് പി എസ് പ്രശാന്തിന് കുരുക്ക് മുറുകുകയാണ്. പ്രശാന്തിനെ SIT വീണ്ടും ചോദ്യം ചെയ്തു. ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായുള്ള അടുപ്പമാണ് അന്വേഷിക്കുന്നത്. അന്നത്തെ ബോർഡ് അംഗം അജികുമാറിനെയും വീണ്ടും ചോദ്യം ചെയ്യും. വിവരങ്ങളുമായി ബിനീഷാണ് ചേരുന്നത്. ബിനീഷ്, പ്രശാന്തിന്റെ കാലഘട്ടത്തിൽ നടന്നിട്ടുള്ള പ്രവർത്തനങ്ങൾ കൂടി SIT അന്വേഷിക്കുകയാണ്. എത്രത്തോളം വലിയ കുരുക്കാണ് മുൻ ദേവസ്വം പ്രസിഡന്റിനെ തേടിയെത്തുന്നത്? ഗൗതം, ഈ 2019 ശേഷം 2025 ഈ സ്വർണ്ണപ്പാളികൾ സ്വർണം പൂശാനായി നൽകുന്ന സമയത്ത്, ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് നൽകുന്ന സമയത്ത് അതിൽ പ്രസിഡന്റ് ചുമതല, ദേവസ്വം ബോർഡിൻ്റെ പ്രസിഡന്റ് ചുമതല വഹിച്ചിരുന്നത് PS പ്രശാന്താണ്. പല ഘട്ടങ്ങളിലും ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി തനിക്ക് യാതൊരു വിധമായ ബന്ധവുമില്ല എന്നാണ് PS പ്രശാന്ത് മാധ്യമങ്ങൾക്ക് മുമ്പിലും ഒപ്പം തന്നെ പല ഘട്ടങ്ങളിലും SIT സംഘത്തിന് മുന്നിലും ചോദ്യം ചെയ്യുന്ന സമയത്തൊക്കെ വ്യക്തമാക്കിയത്. പക്ഷേ SITക്ക് മുന്നിൽ ഇദ്ദേഹം ഇപ്പോൾ നിലവിലെ സാഹചര്യത്തിൽ അന്വേഷണ സംഘം കണ്ടെത്തിയിരിക്കുന്നത് ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി നേരത്തെ PS പ്രശാന്തിന് ബന്ധമുണ്ടായിരുന്നു. അവർ തമ്മിൽ പരസ്പരം പല കാര്യങ്ങളും ഇടപാടുകളും നടത്തി എന്ന് സംബന്ധിച്ചുള്ള ഒരു വിവരം തന്നെയാണ് അന്വേഷണ സംഘത്തിന് ലഭിച്ചിരുന്നത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഇപ്പോൾ നിലവിലെ സാഹചര്യത്തിൽ PS പ്രശാന്തിനെ വീണ്ടും ചോദ്യം ചെയ്തിരിക്കുന്നത്. ഇത് 3ാം തവണയാണ് ചോദ്യം ചെയ്തിരിക്കുന്നത് എന്നതാണ് സുപ്രധാനമായ കാര്യം. കാരണം നേരത്തെ രണ്ട് തവണ ഇത്തരത്തിൽ PS പ്രശാന്തിനെ ചോദ്യം ചെയ്യുന്ന ഘട്ടത്തിലേക്കൊക്കെ കടന്നു. പ്രത്യേകിച്ച് ഈ 2025 ഒക്ടോബറിലാണ് ഈ സ്വർണ്ണപ്പാളികൾ അന്ന് വിട്ടു നൽകുന്നത്, ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് കൈമാറുന്നത് സ്വർണം പൂശാനായി. അതിനുശേഷം സ്മാർട്ട് ക്രിയേഷൻ്റെ നിർദ്ദേശപ്രകാരമാണ് ഇത്തരത്തിൽ വിട്ടു നൽകിയത് എന്നതാണ് ഇപ്പോൾ അന്വേഷണ സംഘം കണ്ടെത്തിയിരിക്കുന്നത്. ഒപ്പം ഏറ്റവും പ്രധാനമെന്ന് എടുത്തു പറയേണ്ടത്, ഈ സ്വർണ്ണപ്പാളികളിൽ ചെമ്പ് തെളിഞ്ഞു വന്ന സമയത്ത് ദേവസ്വം ബോർഡിൻ്റെ പ്രസിഡന്റായിരുന്ന PS പ്രശാന്ത് ഇതുമായി ബന്ധപ്പെട്ടുള്ള ഒരു അന്വേഷണത്തിലേക്കും കടന്നിട്ടില്ല എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. അതിൽ ദുരൂഹതയുണ്ട്. ആ ദുരൂഹത സംബന്ധിച്ചുള്ള സംശയം നീക്കുക എന്നതാണ് പ്രത്യേക അന്വേഷണ സംഘത്തിന് മുന്നിലുള്ള പ്രധാന കടമ്പ. അതുകൊണ്ട് അതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഇപ്പോൾ PS പ്രശാന്തിനെ ചോദ്യം ചെയ്തിരിക്കുന്നത് 3ാം തവണയും. നിലവിലെ സാഹചര്യത്തിൽ കൂടുതൽ ചോദ്യം ചെയ്യലിലേക്ക് കടക്കും എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഒപ്പം PS പ്രശാന്തിൻ്റെ ഇടപാടുകളെ സംബന്ധിച്ചുള്ള സംശയവും വിമർശനവും പല ഘട്ടത്തിൽ നേരത്തെ ഹൈക്കോടതിയും ഈ പ്രത്യേക അന്വേഷണ സംഘത്തിന് മുന്നിൽ ചൂണ്ടിക്കാണിക്കുന്ന ഒരു സാഹചര്യമുണ്ടായിരുന്നു. ഇതിന് തൊട്ടു പിന്നാലെയാണ് വീണ്ടും നിലവിലെ സാഹചര്യത്തിൽ PS പ്രശാന്തിൻ്റെ ചോദ്യം ചെയ്യുന്ന ഘട്ടത്തിലേക്ക് കടന്നിരിക്കുന്നത്. എന്തായിരുന്നാലും നിർണായകമായ ഒരു നീക്കത്തിലേക്ക് പ്രത്യേക അന്വേഷണ സംഘം കടക്കുമ്പോൾ ഈ ഒരു അറസ്റ്റ്, പ്രത്യേകിച്ച് PS പ്രശാന്തിൻ്റെയും കൂടി അറസ്റ്റ് നടന്നാൽ അത് CPM വലിയ തലവേദനയാകും. ഒപ്പം നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന സാഹചര്യത്തിൽ അത് വലിയ തിരിച്ചടിയാകും എന്ന വിലയിരുത്തൽ CPM നേതാക്കൾക്കുണ്ട്, സർക്കാരിനുണ്ട്. ആ ഘട്ടത്തിൽ PS പ്രശാന്തിനെതിരായ തെളിവുകൾ ഉണ്ടായിട്ട് പോലും ആ അറസ്റ്റ് നീക്കാനുള്ള ഒരു ശ്രമം, അല്ലെങ്കിൽ അറസ്റ്റ് വൈകിപ്പിക്കാനുള്ള ഒരു ശ്രമമാണ് ഇപ്പോൾ സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പ്രത്യേക അന്വേഷണ സംഘത്തിന് കൂടുതൽ ഇതുമായി ബന്ധപ്പെട്ട് ഈ സ്മാർട്ട് ക്രിയേഷനും ഉണ്ണികൃഷ്ണൻ പോറ്റിയും PS പ്രശാന്ത് തമ്മിലുള്ള ഇടപാടുകൾ സംബന്ധിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ ശേഖരിക്കുന്നതിനനുസരിച്ച് അറസ്റ്റിലേക്ക് കാര്യങ്ങൾ നീങ്ങിയേക്കും എന്ന സൂചനകൾ തന്നെയാണ് ഇപ്പോഴത്തെ ഘട്ടത്തിൽ ലഭിക്കുന്നത്. ഗൗതം. ഓക്കെ ബിനീഷ്, ശബരിമല സ്വർണ്ണ കവർച്ച കേസിൽ മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് PS പ്രശാന്തിനെ SIT ചോദ്യം ചെയ്തിരിക്കുകയാണ്. ഉടൻ തന്നെ പ്രശാന്തിന്റെ അറസ്റ്റും ഉണ്ടാകുമെന്നാണ് ബിനീഷ് തിരുവനന്തപുരത്ത് നിന്നും റിപ്പോർട്ട് ചെയ്തത്.